ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരുടെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. കുട്ടികളുടെ വീട്ടിൽ പുതിയ കണക്ഷൻ നൽകും. BPL വിഭാഗമായതിനാൽ പോസ്റ്റിന് പണം അടയ്ക്കേണ്ടതില്ലെന്ന് KSEB അറിയിച്ചു. മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ദുരവസ്ഥ ജനം TV വാർത്തയാക്കിയതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെട്ടത്. അത് 2 ദിവസത്തിൽ കറണ്ട് വരുമെന്ന് പറഞ്ഞ് ഇന്ന് നാളെ മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കണ്ട കറണ്ട് വരും. ഒത്തിരി ചാനൽക്കാർക്കൊക്കെ ഒത്തിരി നന്ദിയാണ്. 2 ദിവസം കൊണ്ട് കറണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയിൽ പോകും. 2 ദിവസം കൊണ്ട് പോസ്റ്റ് ലൈൻ വിളിക്കാനായിട്ട് ബോക്സ് ഒരു NS കൊടുത്ത് എല്ലാ ചാനലുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. കറണ്ട് കിട്ടും ഉറപ്പായി. 2 ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. ഇല്ല, വേറെ ഒന്നും ചർച്ച ചെയ്തില്ല. ഇപ്പം ബോക്സാർ NS തന്ന് കറണ്ട് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ലൈനായിട്ട് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ എഞ്ചിക്കാടുള്ള വിജയൻ എന്നവരുടെ കുടുംബത്തിനുള്ള വൈദ്യുതി കണക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വിജയനുമായിട്ടും പോപ്സുമായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ഇന്ന് സംസാരിച്ചു. അപ്പൊ അതിൽ ഏകദേശം പ്രശ്നം ഇന്ന് തീർന്നിട്ടുണ്ട്. അപ്പൊ BPL സർട്ടിഫിക്കറ്റും റെസിഡൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ KSEB അതിന്റെ നടപടികൾ സ്വീകരിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഉടനെ തന്നെ എനിക്ക് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീരുമാനമായി, കണക്ഷൻ കൊടുക്കാൻ തീരുമാനമായി. എന്തായാലും ജനം TV വാർത്തയ്ക്ക് പിന്നാലെ വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടികൾക്ക് വീണ്ടും വൈദ്യുതി കണക്ഷൻ എത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.